ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ മരിച്ചു. അച്യുതന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അംബികേനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കമാൽ അവിടെയുണ്ട്, ഭവാനിയും അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് മാറി നിൽക്കുകയാണ്, വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. ഒരു ഇരുട്ട് ഭാഗത്തേക്ക് മാറി നിന്നിട്ട് കമാലിന് താങ്ക്സ് പറയുന്നുണ്ട്. കമാലിനെ ആദ്യം കുറ്റപ്പെടുത്തിയതാണല്ലോ, തന്നെ പോലെ ഇങ്ങനെയൊക്കെ കുറേ ഗുണ്ടകളുണ്ട്, ഒരു കാശിനും കൊള്ളത്തില്ല, മറ്റുള്ളവരുടെ പേര് പോലും നശിപ്പിക്കാനായിട്ട് കുറേ പറഞ്ഞു വിട്ടതാണല്ലോ. അതിൻ്റെ വാശിക്കാണ് ഇത് എത്രയും ചെയ്തു വെച്ചത്. അപ്പോൾ സോറി കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. അതൊന്നും സാരമില്ല മേഡം എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ പറയുന്നുണ്ട്, എന്തായാലും അവളെ കൂടി അങ്ങ് തീർത്തേക്കാമായിരുന്നു. സാരമില്ല, എല്ലാവരെയും തീർക്കാം, 2 മിനിറ്റ് മാത്രം മതി എനിക്ക് എന്നിങ്ങനെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സത്യൻ അവിടെ ഇരിപ്പുണ്ട്. ഭൂമിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലല്ലേ, അമ്മയെ പോലീസ് കൊണ്ടുപോയി, അച്ഛൻ മരിച്ചു പോയി, ആകെ തകർന്നു പോയി. അങ്ങനെ ഭൂമി മഴയത്ത് നനഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ഭൂമിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് നമ്മുടെ സത്യൻ. ഇത് ദൂരെ നിന്നും കൊണ്ട് കാണുക കേട്ടോ. നമ്മുടെ ഭവാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ല. കാരണം അവിടെ ആ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും മാറി നിന്ന് നോക്കുകയാണ്. അപ്പോൾ സത്യനാണെങ്കിൽ കുനിഞ്ഞു നിന്ന് നമ്മുടെ ഭൂമിയോട് പറഞ്ഞിട്ട്, മോളെ നീ ധൈര്യമുള്ള കുട്ടിയാണ്, തളർന്നു പോകരുത്, വിഷമിക്കണ്ട, അമ്മ തിരിച്ചു വരും എന്നൊക്കെ സമാധാനിപ്പിച്ചിട്ട് തലയെല്ലാം തോർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഭവാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. ഭവാനി കമാലിനടുത്ത് വീണ്ടും വന്ന് പറയുന്നുണ്ട്, എത്രയും വേഗം അവളെയും തീർത്തോളണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുമാത്രമല്ല, ഇയാൾക്ക് എന്താ ഇത്ര സ്നേഹം, ഇയാൾ മോളായിട്ട് അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞോ, വച്ചേക്കില്ല അവളെ ഞാൻ. ഇങ്ങനെ ദേഷ്യം പിടിച്ച് അവർ ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് കമാലിനോട് പറയാം, നീ പെട്ടെന്ന് പൊക്കോ, ഇനി ഇവിടെ കറങ്ങി തിരിഞ്ഞൊന്നും നിൽക്കേണ്ട എന്ന് പറഞ്ഞു വിടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ അംബികേനെ കൊണ്ടുവന്നിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ. ആഭരണങ്ങളെല്ലാം ഊരി വാങ്ങി. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അംബികയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അച്ചുവിനെ കൊന്നേന്ന്. അപ്പോൾ തന്നെ അംബിക പറഞ്ഞു, എന്താ പറഞ്ഞത്, കൊല്ലാനോ? ഞാൻ എൻ്റെ അച്ചുവേട്ടനെ കൊല്ലാനോ? ഒരിക്കലുമില്ല, എൻ്റെ ജീവനായിരുന്നു, എൻ്റെ പ്രാണനായിരുന്നു, ഒരിക്കലും ഞാനത് ചെയ്യില്ല. പിന്നെ നിങ്ങൾ എന്തിനാ അത് ചെയ്തത്? ഞാനല്ല അത് ചെയ്തത്. നിങ്ങൾ 2 പേരും കൂടെ ആ മുറിക്കകത്ത്, അടച്ചിട്ട മുറിക്കകത്ത് എന്തിനായിരുന്നു നിന്നത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് അംബിക പറഞ്ഞത്, സാറേ ഞങ്ങൾ 2 പേരുമല്ല ആ മുറിക്കകത്തുള്ളത്, 3ാമതൊരാൾ കൂടെ ഉണ്ടായിരുന്നു. 3ാമതൊരാളോ? അതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളുടെ മുഖം കണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയോ? എനിക്കറിയില്ല. മുഖമൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മുഖം മൂടിയിരുന്നു, കണ്ണുകൾ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. പിന്നെ കയ്യിലാണെങ്കിൽ ഉറയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സത്യമാണോ ഈ പറയുന്നത്? സത്യമാണ്. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത് ഒന്ന് പറഞ്ഞേ. അപ്പോൾ അംബിക പറയുന്നുണ്ട്, ഇന്നെൻ്റെ മോള് അവിടെ ഫംഗ്ഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മോളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ച ഒരു നാടകം റിഹേഴ്സൽ ചെയ്ത് അവരുടെ മുന്നിൽ ഒന്ന് അഭിനയിച്ച് കാണിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്കും അച്ചുവേട്ടനും. അതിൻ്റെ റിഹേഴ്സലിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു മുറി അടച്ചിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കട്ടിൻ്റെ അടിയിൽ നിന്ന് ഒരുത്തന്നെ ഇറങ്ങി വരുന്നതും ഞാൻ അച്ചുവേട്ടനെ കുത്താനായിട്ട് പിച്ചാത്തി എടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി പിച്ചാത്തി എടുത്തതായിരുന്നു. ആ സമയത്താണ് ഇയാൾ പെട്ടെന്ന് ചാടി വീണ് എൻ്റെ കയ്യിൽ നിന്ന് പിച്ചാത്തി വാങ്ങി അച്ചുവേട്ടനെ കുത്തി. ഞാൻ ചെന്ന് തടയാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ച് തള്ളി, എൻ്റെ തല വന്ന് മതിലിടിച്ച് ഞാൻ ബോധമില്ലാണ്ട് കിടന്നു. കുറച്ച് സമയം ഞാൻ അങ്ങനെ കിടന്നു. പക്ഷേ കുറേ കഴിഞ്ഞ് ബോധം വീഴുകയും ചെയ്തു. ബോധം വീണ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ അച്ചുവേട്ടനെ നിൽക്കുന്നതാണ് കാണുന്നത്. ചെന്ന് പിടിച്ച് നോക്കുമ്പോഴാണ് പുറകുവശം മുഴുവനും ബ്ലഡും അങ്ങനെയാണ് കത്തി അവിടെ കുത്തിയിരിക്കുന്നത് ഞാൻ കാണുന്നത്. അത് പുറക്കിലായിട്ട് പോയി ഞാനത് വലിച്ചു ഊരുമ്പോഴത്തേക്കിനുമാണ് നിങ്ങൾ കാണുന്നത്. അതെ, ഞങ്ങളതാ കണ്ടത്. അപ്പോൾ നിങ്ങളല്ലേ അത് ചെയ്തത്? ഞാനല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല എൻ്റെ അച്ചുവേട്ടനെ. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കഥകളൊന്നും. അപ്പോൾ അംബിക പൊട്ടിക്കഴിഞ്ഞിട്ട് പറയാം, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെയാണ് കൊന്നത്, ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഞാനാണെന്നങ്ങ് പറഞ്ഞാൽ ജോലി എളുപ്പമാവുമല്ലോ അല്ലേ, എല്ലാം പൂട്ടിക്കെട്ടി അങ്ങ് അടച്ച് വെക്കാമല്ലോ നിങ്ങൾക്കും. അതുകൊണ്ട് ഞാൻ തന്നെ അച്ചുവേട്ടനെ കൊന്നത്. എന്നെ പിടിച്ചുകൊണ്ട് പോക്കോ, എന്നെ ജയിലിൽ കൊണ്ടിടുകയോ കൊല്ലുകയോ ശിക്ഷിക്കുകയോ എന്ത് വേണോ ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് അവരാകെ തളർന്നിട്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ അജയ് അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അജയ് പറഞ്ഞുകൊണ്ട്, ഇതെന്തായാലും പോലീസിന് തെളിവാണ് ആവശ്യം. ഞാൻ പോലീസിൻ്റെ തെളിവിൽ കണ്ണിൽ കണ്ട കാര്യം നിങ്ങൾ ആ കത്തി വലിച്ചു ഊരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ കോടതിയിലേക്ക് കൊണ്ടുപോകണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ പ്രതി ആരാണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആരായാലും കണ്ടുപിടിക്കും, വിഷമിക്കണ്ട, നമുക്ക് നോക്കാം എന്തായാലും എന്ന് പറയാട്ടോ. എന്നിട്ട് അപ്പോഴത്തേക്കിനും പെട്ടെന്ന് അംബിക പോലീസ് അവിടെ വിമൺ പോലീസ് ഉണ്ടല്ലോ, അവരോട് പറയുന്നുണ്ട് അംബികയെ കൊണ്ടുപോകാൻ. എല്ലാവർക്കും ഭൂമിയുടെ അമ്മയോട് വലിയ കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി അവരെ അകത്തേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ അപ്പോൾ അവർ വീണ്ടും അജയനോട് പറയാം, സാറേ എനിക്കൊരു അപേക്ഷയുള്ളൂ, നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ശിക്ഷിക്കാം, പക്ഷേ എൻ്റെ മോള് അവളിവിടെ തനിച്ചായി പോകലെന്നൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഞാൻ ജയിലിലേക്ക് പോകണമെങ്കിലും പോവാം, പക്ഷെ അവളെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ എങ്ങനെ പോവാനാ
എന്നാലും സാരമില്ല, അവളെ എൻ്റെ മോള് ഭൂമിയാണ്, എന്തും സഹിക്കാനും എല്ലാം കരുത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അവൾക്ക് അറിയാം. അവളെ ആരും ഒന്നും പഠിപ്പിക്കണ്ട, അവൾ ധൈര്യശാലിയാണ്, അവൾ മുന്നോട്ട് ജീവിച്ചോളും എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അജയ് പറയാം, നാളെ എന്തായാലും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്, നാളെ കിട്ടത്തുള്ളൂ എന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ അംബിക തകർന്നു പോയി കേട്ടോ. കാരണം പാവല്ലേ അച്ചുവേട്ടനെ കൊണ്ടുപോയി കീറി മുറിച്ച് എന്തിനാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുക. അതൊക്കെ പോലീസിൻ്റെ ഇതെല്ലാം ചെയ്തല്ലേ പറ്റും നടപടികൾ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അംബിക അകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. വീട്ടിലാണെങ്കിൽ സത്യൻ അവിടെ ഇരുന്ന് ഓരോന്നും ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സത്യന് ഓരോ ഫോൺ കോൾ വരുന്നുണ്ട്, വീട്ടിൽ വരുന്നില്ലേ എന്നൊക്കെ സൗഭാഗ്യപുരത്തുനിന്ന് വിളിച്ച് ചോദിക്കുകയാണ്. വരാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ എല്ലാവരും ഒന്നും പോയിട്ടില്ലല്ലോ, ഫംഗ്ഷന് വേണ്ടി വന്നല്ലേ അച്ചുവേട്ടൻ്റെ അടുത്ത ആളുകൾ. അങ്ങനെ ഇരുന്ന് ഒന്ന് രണ്ടുപേരും സംസാരിക്കുകയാണ്. എന്നാലും അമ്പിയടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇതിൽ മൂന്നാമതൊരാൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇതെല്ലാം നമ്മുടെ സത്യൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് സത്യനാണെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ ഇവർ ചെന്ന് സത്യനോട് ചോദിക്കുകയാണ്, സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? അല്ല സാറെന്താ ഭൂമിയോട് എന്താ ഇത്ര സ്നേഹം കാണിക്കുന്നതെന്നല്ലേ? അവളെ എൻ്റെ മോളാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്നേഹം കാണിക്കുന്നതെന്ന്. ലക്ഷ്മിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ഭൂമി അത് കുടിക്കുന്നേ ഇല്ല. ലക്ഷ്മിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ സത്യനകത്തേക്ക് യാത്ര ചോദിക്കാൻ വേണ്ടി അകത്ത് കയറുന്നതാണ്. എൻ്റെ ഭൂമിയോട് പറയുന്നുണ്ടോ, മോളെന്താ ആഹാരമൊന്നും കഴിക്കാത്ത, വെള്ളമെങ്കിലും കുടിക്കുക, ഇങ്ങെടുക്ക് ഞാൻ കൊടുക്കാമെന്ന് പറയാട്ടെ. പക്ഷേ സത്യം കൊടുക്കുമ്പോൾ ഒരു കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, മോളെ നീ ധൈര്യമുള്ള കുട്ടിയാണ്, നിനക്കിതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാവും. പിന്നെ അച്ഛൻ ആരാ ഇത് ചെയ്തത്, അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും അമ്മയെ കൊണ്ടുപോലും വിഷമിക്കണ്ട, അതൊക്കെ ഒരു പ്രോട്ടോക്കോളല്ലേ, ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതല്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് അമ്മയെ കൊണ്ടുവരാം, നമുക്ക് ഇറക്കിക്കൊണ്ട് വരാം. അത് ഒന്നുകൊണ്ടും മോള് പേടിക്കണ്ട. അച്ഛന് ആരാ ഇത് ചെയ്തത്, ആ കൊലപാതകയെ നമുക്ക് കണ്ടുപിടിക്കുകയും വേണം. അതുകൊണ്ട് മോള് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങണം, ഇങ്ങനെ ഇരിക്കരുത്. എന്തായാലും ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കുറേ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടുന്ന് പോയ ഭവാനി നേരെ നമ്മുടെ അഞ്ജനയുടെ റൂമിലേക്ക് ചെല്ലുക. അഞ്ജന ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവാനിക്ക് ദേഷ്യം വരും കേട്ടോ. ഫോണ് പിടിച്ച് വാങ്ങിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. നീ ഇവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരുന്നോ? കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്ന നീ അറിയുന്നുണ്ടോ? എന്ത് കാര്യങ്ങളാ അമ്മ? പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അതെ, അച്ഛൻ മരിച്ചു. അച്യുതനോ? ഏതച്ഛനെ? ഭൂമിയുടെ അച്ഛനെ അച്യുതൻ. ഓ അതോ, അത്രയേ ഉള്ളൂ എന്നോ? നിസ്സാരം പോലെ കാണണ്ട, അതൊരു സാധാരണ മരണമല്ല, കൊലപാതകമാണ്. കൊലപാതകമോ? അതെ, പ്രതി ആരാന്നറിയോ? അയാളുടെ ഭാര്യ അംബിക. ആരാ? ഭൂമിയുടെ അമ്മയോ? അതെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മേ. അതിലെന്തോ ഒരു ലോജിക്കിന് പ്രശ്നമുണ്ടല്ലോ. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയെങ്ങാനോ ആണോ എന്ന് വെറുതെ ഇങ്ങനെ ചോദിക്കാട്ടോ അഞ്ജന. അപ്പോൾ ഉടനെ തന്നെ ഭവാനി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പറയണേ, എന്താടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? തമാശയ്ക്ക് പോലും നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാലോ. ഇനി ഇവിടെ ഒരു പോലീസുകാരനുള്ള വീടാണ്, അറിയാമല്ലോ. എന്തെങ്കിലും ചെറിയൊരു സംശയം വന്നാൽ മതി, എല്ലാം തീരും. അതുമാത്രമല്ല, നമ്മുടെ ലക്ഷ്യം നിനക്കറിയാലോ, ഇവിടുത്തെ മഹാറാണി ആവുക എന്നുള്ളതാണ്. അത് സാധിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഇനിയിപ്പോൾ ഭൂമിയെക്കുറിച്ച് അധികം നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? വേറൊന്നുമല്ല, അവളെ അമ്മ ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരണമല്ലോ, അതിൻ്റെ തിരക്കിലായിരിക്കും. എന്തായാലും അച്ഛൻ മരിച്ചു പോയില്ലേ. പക്ഷേ വേറൊരു കാര്യം, അതുകൊണ്ട് തന്നെ അവൾ അജയൻ്റെ പുറകെ ഇനി അധികം നടക്കുന്നില്ല, നീ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, നീ ഒരു കാര്യം ഓർത്തോ, ഇപ്പോൾ ഭൂമിക്ക് വേറൊരാളായിട്ടാണ് കമ്പനി. ആരാ? നിൻ്റെ വെല്ലിച്ചൻ. ഓ അത് ശരി. അതെ, വെല്ലിച്ചനുമായിട്ടാണ് ഭയങ്കര സ്നേഹം. വെല്ലിച്ചൻ്റെ മടിയിൽ കിടക്കുന്നു, തല തുർത്തി കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അതിൽ നിന്ന് മാറ്റിക്കണം വെല്ലിച്ചനെ. നിനക്ക് അച്ഛനില്ലാത്തതാണ്, അതിൻ്റെ സ്നേഹം നീ വെല്ലിച്ചനിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് ഒരിക്കലും അവളുമായിട്ട് വെല്ലിച്ചനെ അടുക്കാൻ നീ സമ്മതിക്കരുത്, മനസ്സിലായല്ലോ. വെല്ലിച്ചനെ അങ്ങോട്ട് അടുപ്പിക്കുക ചെയ്യില്ല അവളുമായിട്ട്. നീ എപ്പോഴും ഒരു സ്നേഹത്തോടു കൂടി നിൽക്കണം. നീ പറയുന്നതിനപ്പുറം വെല്ലിച്ചൻ പോകരുത്, മനസ്സിലായോ. എന്നാൽ ഇതെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ വരുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു ഗെയിമിൽ വേണം നീ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട, അല്ലാതെ മൊബൈലിലുള്ള ഗെയിമിലൊന്നും അല്ലടി. പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്നെല്ലാം പറഞ്ഞു കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഭവാനി മകൾക്ക്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്